ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജയും ഏകദിനത്തിൽ അക്ഷർ പട്ടേലും ഏതാണ്ട് ടീമിൽ ഉറപ്പായും വേണ്ട താരങ്ങളാണ്. എന്നാൽ രണ്ടുപേരെയും സെലക്ടർമാർ ഈ ഒരു ടീമിൽ നിന്നും തീർത്തും അവഗണിക്കുകയായിരുന്നു. പകരം ഈ രണ്ട് ടീമിലുമുള്ളത്, ഇവർക്ക് പകരമായ ടീമിലുള്ളത് GTയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറാണ്. ഷമിയെയും നബിയെയും പരിഗണിക്കാതിരുന്ന സെലക്ഷൻ കമ്മിറ്റി GTയുടെ ഗുർനൂർ ബ്രാറിനെ ടീമിലെടുത്തതും വിചിത്രമാണ്. ഗുർനൂർ ബ്രാറിന്റെ നേട്ടങ്ങളും വിക്കറ്റ് നേട്ടവും ഒക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ഷമിയുമായും ആക്കിബ് നബിയുമായും താരതമ്യം ചെയ്യുമ്പോൾ ഒരു അജഗജാന്തരമാണ് അവസ്ഥ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആക്കിബ് നബിയെ തഴഞ്ഞ് ഈ ബ്രാറിനെ ടീമിലെടുത്തതിനെതിരെ മുൻ ഇന്ത്യൻ താരവും ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്ന ദുലീപ് വെങ്സാർക്കറുടെ ടീംമേറ്റുമായിരുന്ന 83 ടീംമേറ്റുമായിരുന്ന സാക്ഷാൽ സുനിൽ ഗവാസ്കറും പരസ്യമായി തന്നെ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ താൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പക്ഷപാതം കാണുന്നത് എന്നായിരുന്നു ഗവാസ്കറിന്റെ അന്നത്തെ ദിവസത്തെ തുറന്നടിക്കൽ. ടീം സെലക്ഷനെ കുറിച്ച് സുനിൽ ഗവാസ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് മത്സരത്തിലേക്ക് ആക്കിബ് നബിയെ മറികടന്നുകൊണ്ട് ഗുർനൂർ ബ്രാറിനെ തിരഞ്ഞെടുത്തത് എന്നെ അങ്ങേയറ്റം അമ്പരപ്പിക്കുന്ന ഒരു തീരുമാനമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത്തരമൊരു പക്ഷപാതം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തെറ്റിയിട്ടില്ലെങ്കിൽ ഗുർനൂർ ബ്രാർ IPLൽ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയാണ് കളിക്കുന്നത്. തെറ്റിയിട്ടുള്ള ശരി തന്നെയാണ്. നിലവിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായ GTയുടെ നായകനായ ശുഭ്മാൻ ഗിൽ ആണ് എന്നത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സെലക്ഷന് പിന്നിലെ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഗുർനൂറിനെ കൂടാതെ മറ്റ് 7 ഗുജറാത്ത് ടൈറ്റൻസ് കളിക്കാർ കൂടി ഇത്തവണത്തെ ടെസ്റ്റ് ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് BCCI കൃത്യമായ അന്വേഷണം നടത്തണം. ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടാൻ എല്ലാ അർഹതയും ഉള്ള കളിക്കാരനായ ആക്കിബ് നബിയെ എന്തിനു തഴഞ്ഞു എന്നും വ്യക്തമാക്കണമെന്നാണ് ഗവാസ്കർ കൂട്ടിച്ചേർത്തത്. ഗവാസ്കറുടെ ഈ സ്ഫോടനാത്മക പ്രസ്താവനയോടുകൂടിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് വൃത്തങ്ങളിൽ ഗുജറാത്ത് ലോബി എന്ന ചർച്ചകൾക്ക് വഴിവെച്ചത്. അതേസമയം ആക്കിബ് നബിക്ക് പകരം ഗുർനൂർ ബ്രാറിനെ ടീമിലെടുത്തതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ BCCI വൃത്തങ്ങൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സീസണിലും ഏറ്റവും കൂടുതൽ റൺസും വിക്കറ്റും എടുക്കുന്നവരുണ്ടാകുമെന്നും വെറും സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം നോക്കിയിട്ടാണോ ടീമിനെ എടുക്കേണ്ടത് എന്നുമാണ് അവരുടെ ചോദ്യം. ഗുർനൂർ ബ്രാർ ഇന്ത്യ A ടീമിനായി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും വിജയ് ഹസാരെ ട്രോഫിയിൽ പഞ്ചാബിനായി തിളങ്ങിയെന്നും ഒക്കെ ഈ സെലക്ടർമാരുടെ വാദമുണ്ട്. അപ്പോൾ ആക്കിബ് നബിയുടെ പ്രകടനങ്ങൾ ചർച്ച ചെയ്തെങ്കിലും ടീം കോമ്പിനേഷൻ അനുസരിച്ച് ഗുർനൂറിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് അജിത് അഗാർക്കറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഘവും വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു സെലക്ഷനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത്. ഏതായാലും ഈ വിചിത്ര ന്യായങ്ങൾക്കൊപ്പം സെലക്ഷൻ വിവാദങ്ങൾ കേഡൽ ദുലീപ് വെങ്സാർക്കറുടെ വിമർശനവും കൂടി ആയതോടെ വീണ്ടും ചൂട് പിടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മുമ്പ് സെലക്ടർമാർക്കെതിരെ വെങ്സാർക്കറിനും അതുപോലെ തന്നെ സുനിൽ ഗവാസ്കറിനും ഒപ്പം 83 ലോകകപ്പിലെ ഹീറോ ആയിരുന്ന ആ ടീമിന്റെ ഭാഗമായിരുന്ന ആ സമയത്ത് പ്രധാന താരമായിരുന്ന മൊഹീന്ദർ അമർനാഥ് മുമ്പൊരിക്കൽ ഈ സെലക്ഷൻ കൂട്ടത്തെ കോമാളി കൂട്ടം, എ ബഞ്ച് ഓഫ് ജോക്കേഴ്സ് എന്ന് വിളിച്ചിരുന്നു. അഗാർക്കറിന്റെ സംഘത്തിലുള്ള സെലക്ഷൻ സംഘം അങ്ങനെയുള്ളവരാണോ എന്നതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം.